കേരളത്തിലെ BJP പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ആഴ്ച മുന്നോട്ട് വെച്ച രണ്ട് വാദങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഒന്ന്, കേരളത്തിലെ ഹിന്ദു ജനവിഭാഗമാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് എന്നുള്ളൊരു വാദം അദ്ദേഹം മുന്നോട്ട്. രണ്ട്, കേരളത്തിലെ ഭൂവുടമസ്ഥതയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു വിഭാഗമാണ് എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ വാദമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഡിസ്കഷൻ എന്നുള്ളത്. ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്നും ഏകദേശം 55% വരുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗം ഏകദേശം 52% വരുന്ന ഭൂമി കൈകാര്യം ചെയ്യുന്നു എന്ന് കാണാം. എന്നാൽ മുസ്ലിം ജനവിഭാഗം 27% വരുന്ന മുസ്ലിം ജനവിഭാഗം കൈകാര്യം ചെയ്യുന്ന ആകെ 18% മാത്രം വരുന്ന ഭൂമിയാണ്. ക്രിസ്ത്യൻ ജനവിഭാഗം 18% വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗം ഏകദേശം 29% വരുന്ന ഭൂമി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുക. ഈ ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ ഭൂമിയുടെ കാര്യം ഒരു പ്രത്യേക കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവർ ഓൺ ചെയ്യുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞത്. എന്നാൽ ഇത് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൺസേണിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖരൻ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ആണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ, കേരളത്തിലെ വർഗീയമായിട്ട് വിഭജിക്കുക എന്നുള്ള ഉദ്ദേശം BJPക്ക് ഉള്ളതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് എന്നുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ കേരളത്തിൽ ഭൂരിഭാഗം ഭൂമി കേരളത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന ഒരു കോൺടെസ്റ്റിൽ കൂടി വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ യഥാർത്ഥത്തിലുള്ള കൺസേൺ എന്നുള്ളത് ഹിന്ദുക്കൾ ഭൂമി ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൺസേൺ എന്നുള്ളത് സവർണ്ണ ഹിന്ദുക്കൾ ഓൺ ചെയ്യുന്ന ഭൂമിയിൽ വലിയ കുറവ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ചില കണക്കുകൾ കൂടി നോക്കേണ്ടതാണ്. കേരളത്തിൽ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള ലാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ്? ഇത് ഇന്ന് നിലനിൽക്കുന്ന കാസ്റ്റ് വൈസ് ആയിട്ടുള്ള ലാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അപ്പർ കാസ്റ്റ് സവർണ്ണ വിഭാഗം എന്നുള്ള 25% വരുന്ന സവർണ്ണ വിഭാഗം ഏകദേശം 58% വരുന്ന ഭൂമി ഓൺ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ OBC 55% വരുന്ന OBC വിഭാഗം 39% വരുന്ന ഭൂമി, ദളിത് വിഭാഗങ്ങൾ 20% വരുന്ന ദളിത് വിഭാഗം ആകെ 3% വരുന്ന ഭൂമി മാത്രമാണ് ഓൺ ചെയ്യുന്നത്. എന്നാൽ ഇത് തന്നെ വലിയ രീതിയിലുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിവേചനം അവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതായിരുന്നില്ല കേരളത്തിൻ്റെ സ്ഥിതി എന്നുള്ളത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും യഥാർത്ഥത്തിൽ ഭൂമി ഓൺ ചെയ്തത് സവർണ്ണ ഹിന്ദുക്കൾ മാത്രമായിരുന്നു ഒരു കാലം വരെ. 1920കളുടെ തുടക്കം വരെ കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു നിയമമാണ് കേരളത്തിലെ ഭൂമി കൈവശം വയ്ക്കാനുള്ള അധികാരം എന്നുള്ളത് 3 ജനവിഭാഗങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത്. അത് ബ്രഹ്മസ്വം, ദൈവസ്വം, രാജസ്വം എന്നുള്ളതാണ്. ഈ 3 ജനവിഭാഗങ്ങളും സവർണ്ണ ഹിന്ദു വിഭാഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കേരളത്തിൽ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഭൂമിയുടെ ഏകദേശം 90% വരെ കൈകാര്യം ചെയ്തിരുന്നത് ഈ വിഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചില കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1950 കണക്കെടുക്കുകയാണെങ്കിൽ അപ്പർ കാസ്റ്റ് വരുന്ന ഹിന്ദുക്കൾ 85% വരുന്ന ഭൂമിയാണ് അവർ ഓൺ ചെയ്തിരുന്നത്. OBC വിഭാഗം എന്നുള്ളത് ആകെ 10% വരുന്ന ഭൂമി, SC/ST 0.5%. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തിലുള്ള വലിയ രീതിയിലുള്ള വിവേചനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 85% വരുന്ന ഭൂമി എന്നുള്ളത് ഇന്നത് 60% വരുന്ന ഭൂമിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് സവർണ്ണ വിഭാഗങ്ങൾക്ക്. അതേസമയം തന്നെ OBC ജനവിഭാഗം വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. SC/ST ജനവിഭാഗം അത്രത്തോളം ഒന്നും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3%-ലേക്ക് എങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൺസേൺ എന്നുള്ളത് ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സവർണ്ണ ഹിന്ദു വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഡോമിനൻസ് കേരളത്തിൽ മാറി വരുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ തീർത്തും അസ്വസ്ഥനാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. 1950 വരെ വലിയ രീതിയിൽ സവർണ്ണ വിഭാഗങ്ങൾ ഓൺ ചെയ്യുന്ന കേരളത്തിലെ ഭൂമി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ മുന്നോട്ട് വെച്ച ചില നയങ്ങളുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും ഭൂപരിഷ്കരണം അടക്കമുള്ള നയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിയമം അടക്കമുള്ള നയങ്ങൾ, അത് കഴിഞ്ഞ് കേരളത്തിൽ നടപ്പാക്കുന്ന സാക്ഷരതാ പ്രസ്ഥാനങ്ങൾ, ജനകീയ ആസൂത്രണം, ആരോഗ്യ മോഡലുകൾ, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ലൈബ്രറി സംസ്കാരം, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കേരളത്തിൽ മറ്റു വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെക്കിടയിൽ നിന്നിരുന്ന കേരളത്തിലെ വിഭാഗങ്ങൾ, ഈഴവ ഹിന്ദുക്കളാവാം, അല്ലെങ്കിൽ ദളിത് ഹിന്ദുക്കളാവാം, അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗമാവാം, ക്രിസ്ത്യാനികളാവാം, ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ തന്നെ മുന്നോട്ട് അവർക്കൊരു സോഷ്യൽ മൊബിലിറ്റി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ UP-യിൽ 1950 കണക്കെടുക്കുമ്പോൾ ഏകദേശം 85% വരുന്ന ഹിന്ദുക്കളാണ് 95% വരുന്ന ഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ തന്നെ കാസ്റ്റ് വൈസ്
ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കാണാം. 18% വരുന്ന അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ 40% വരുന്ന ഭൂമി കൈയറിഞ്ഞു. എന്നാൽ 1950കളിലെ കണക്കും ഏകദേശം സമാനമായിട്ടുള്ള രീതിയിലാണ് എന്നുള്ളത് നമുക്ക് കാണാം. OBC വിഭാഗത്തിൽ ചെറിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും മറ്റ് വിഭാഗങ്ങൾ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളുടെ ഭൂമിയുടെ ഉടമസ്ഥതയിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദളിത് വിഭാഗങ്ങൾക്ക് ഒട്ടും തന്നെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇത് വലിയ രീതിയിലുള്ള സോഷ്യൽ മൊബിലിറ്റി ആ രീതിയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിന് നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച നവോത്ഥാന സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സാംസ്കാരിക പുരോഗമനം സംഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ കൂടിയാണ് എന്ന് നമ്മൾ കാണേണ്ടത്. അതായത് ഇത് കേവലമായിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള മുന്നേറ്റം മാത്രമല്ല കേരളത്തിൻ്റെ നവോത്ഥാനം എന്നുള്ളത്. വളരെ ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഭൂമിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയ വലിയ പോളിസികളുടെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പോൾ തൊഴിലിൻ്റെ മൂല്യം എന്നുള്ള കേരളത്തിൻ്റെ തൊഴിലാളിയെയും ജന്മിയെയും പഠിപ്പിച്ച സമരങ്ങൾ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പുന്നപ്ര വയലാർ പോലുള്ള സമരങ്ങൾ. അന്നാണ് യഥാർത്ഥത്തിൽ തൊഴിലിൻ്റെ മൂല്യം എന്താണെന്ന് തൊഴിലാളിക്ക് മനസ്സിലാകുന്നത്, അതേപോലെ തന്നെ ജന്മിക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1950കളിൽ EMS 56 EMS മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന 3 നിയമങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെയും എക്കണോമിക് ഫാബ്രിക്കിനെയും വലിയ രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് ഒന്ന് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം എന്നുള്ളതാണ്. ജന്മികൾക്ക് തോന്നിയ രീതിയിൽ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിയമമാണ് ആദ്യമായി EMS മന്ത്രിസഭ നടപ്പാക്കിയ ആദ്യത്തെ നിയമം എന്നുള്ളത്. രണ്ടാമത്തത് ലാൻഡ് റിഫോം എന്നുള്ളതാണ്. ഭൂപരിഷ്കരണ നിയമം എന്നുള്ളത് ഭൂമി വലിയ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമം. മൂന്നാമത്തത് മാൻഡേറ്ററി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും, ഏത് താഴെക്കിടയിലുള്ള മനുഷ്യരാണെങ്കിലും അവർക്ക്, ഏത് താഴെക്കിടയിലുള്ള കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന തരത്തിലുള്ള നിർബന്ധിത വിദ്യാഭ്യാസ നിയമം ഇത് നമുക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്ക് നിയമമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കിയത്. ഇന്ത്യയിലും ഏതൊരു നഗരത്തിൽ പോയാൽ നമുക്ക് വയറൊട്ടിയ എല്ലുന്തിയ കുട്ടികൾ തെരുവുകളിൽ വളരെ ചെറിയ കുട്ടികൾ തെരുവുകളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നില്ല. ഈ വ്യത്യാസം എന്നുള്ള കേരളത്തിലെ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ളത്. ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കേരളത്തിൻ്റെ സാമൂഹിക ഫാബ്രിക്കിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുന്ന മറ്റൊരു കാര്യം എന്നുള്ളതാണ് 1970 മുതൽ സംഭവിക്കുന്ന ഗൾഫ് മൈഗ്രേഷൻ എന്നുള്ളത്. 1970കളിൽ സംഭവിക്കുന്നതാണ് ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ള സമ്പത്ത് ഓൺ ചെയ്യുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പക്ഷെ അവർക്ക് തൊഴിലാളികളെ ലഭിക്കുന്ന പക്ഷേ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ഗൾഫിലേക്ക് ആവശ്യമായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആദ്യമൊക്കെ വിസ ആവശ്യമില്ലാത്ത രീതിയിൽ അനധികൃതമായിട്ട് ഉരുവിലൊക്കെ കയറിക്കൊണ്ടാണ് കേരളത്തിലെ ആളുകൾ ഗൾഫിലേക്ക് കുടിയേറുന്നത്. അന്നും എന്നാൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഗൾഫ് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഗൾഫ് കൊണ്ടാണ് കേരളം നന്നായത് എന്നുള്ള രീതിയിലുള്ള വളരെ ലീനിയർ ആയിട്ടുള്ള വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാദം പലപ്പോഴും ആളുകൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഗൾഫ് കൊണ്ട് ജീവിക്കുന്ന കേരളം എന്നുള്ള രീതിയിൽ. എന്നാൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഗൾഫ് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഗൾഫ് കൊണ്ടാണ് കേരളം നന്നായത് എന്നുള്ള രീതിയിലുള്ള വളരെ ലീനിയർ ആയിട്ടുള്ള വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാദം പലപ്പോഴും ആളുകൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഗൾഫ് കൊണ്ട് ജീവിക്കുന്ന കേരളം എന്നുള്ള രീതിയിൽ. എന്നാൽ കേരളം യഥാർത്ഥത്തിൽ ഗൾഫ് കൊണ്ട് ജീവിക്കുന്നതല്ല. കേരളം ഗൾഫിലേക്ക് കുടിയേറാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗൾഫിലേക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യത്തിലേക്കും കുടിയേറാൻ പറ്റുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുകയാണ് കേരളം ചെയ്യുന്നത്. ഇത് വളരെ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, സാക്ഷരതായജ്ഞം, ജനകീയാസൂത്രണം, ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങളിലേക്ക് വിദ്യാഭ്യാസവും സാക്ഷരതയും ഒക്കെ എത്തിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പോളിസികൾ കേരളത്തിൽ വരുന്ന പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനതയ്ക്ക് ഗൾഫിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാകുന്നത്, അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്, അതിനുള്ള പണം ഉണ്ടാകുന്നത്, വിസയ്ക്ക് അടയ്ക്കാനുള്ള പണം ഉണ്ടാകുന്നത്, പാസ്പോർട്ട് എടുക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള. അതുകൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവാസം മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിനേക്കാൾ മുമ്പ് പ്രവാസം തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തും പഞ്ചാബും ഒക്കെ അടക്കമുള്ള ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് 1950കളിലും 40കളിലും ഒക്കെ കുടിയേറി പാർക്കാൻ ആരംഭിച്ച ഗുജറാത്ത് പോപ്പുലേഷനും പഞ്ചാബ് പോപ്പുലേഷനും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ കേരളത്തിൻ്റെ അവരൊന്നും തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തമായിട്ട്
മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മൈഗ്രേഷനായിട്ട് അതിനെ വികസിപ്പിക്കാൻ അവർക്ക് പറ്റാത്ത രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ആ സംസ്ഥാനങ്ങളിൽ ആരാണ് കുടിയേറുന്നത് എന്നുള്ളതാണ്. ആരാണ് കുടിയേറുന്നത്? അതിൽ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും സവർണ്ണ ജന്മി വിഭാഗങ്ങൾ മാത്രമാണ്, ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുടിയേറുന്നതിൽ 80-85% വരുന്ന ജനത എന്നുള്ളത് ഈ പറഞ്ഞ വിഭാഗങ്ങൾ മാത്രമാണ്. കേരളത്തിൽ നിന്ന് കുടിയേറുന്ന ജനത എല്ലാ സ്ട്രാറ്റയിലും, സോഷ്യൽ സ്ട്രാറ്റയിലും പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ കുടിയേറുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് റെമിറ്റൻസ് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ജനത എന്നുള്ളത് കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള പണം തിരിച്ചയക്കുന്നത് എന്നുള്ളതാണ്. അത് 2-3 കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യം, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളത്. 2, ഇതൊരു പെർമനൻറ്റ് മൈഗ്രേഷൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തിരിച്ച് കേരളത്തിലേക്ക് തന്നെയാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിലേക്കാണ്. കേരളത്തിൽ പലപ്പോഴും അവർക്ക് ഫാമിലി ഉണ്ട്, ആ രീതിയിൽ അവർ പണം കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2-3 കാരണങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് മൈഗ്രേഷൻ എന്നുള്ള സംഭവം വേഗത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത്, ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ സംഭവിക്കാത്ത രീതിയിലുള്ള മൈഗ്രേഷനാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് കേവലം വേഗത്തിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമല്ല. കേരളത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, എക്കണോമിക്കായിട്ടുള്ള പുരോഗതിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ ഈ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ പറഞ്ഞ മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള 2-3 പോയിന്റുകളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് വയ്ക്കുന്ന വാദം എന്നുള്ളത് കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കാൻ മാത്രം ഉന്നമിച്ചിട്ടുള്ള വാദമാണ്. അത് തെറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ കണക്കുകൾ തെറ്റാണ്. കേരളത്തിൽ ഹിന്ദുക്കൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നില്ല. രണ്ടാമത്തത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കൺസേൺ എന്നുള്ളത് കേരളത്തിൽ ഹിന്ദുക്കൾ പിന്നോക്കം നിൽക്കുന്നതല്ല. കേരളത്തിൽ ഏകദേശം 80-90% ഭൂമി കൈവശം വച്ചിരുന്ന സവർണ്ണ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ആ ഭൂമി വലിയ രീതിയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി വലിയ രീതിയിൽ മറ്റ് ജനവിഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കൺസേൺ എന്നുള്ളത്. ഈ കൺസേൺ യഥാർത്ഥത്തിൽ ലോകത്ത് മൊത്തം നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് ലാൻഡ് റിഫോം സംഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളൊക്കെ അധികാരത്തിൽ വന്ന രാജ്യങ്ങളിൽ നടക്കുന്ന ലാൻഡ് റിഫോമിൻ്റെ ഏറ്റവും വലിയ ഫലം എന്നുള്ളത് അവിടുത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ജനങ്ങളിലേക്ക് ഭൂമി എത്തിക്കുക, സമ്പത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാണേണ്ട ഒരു കാര്യത്തിനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ കൺസേൺ എന്നുള്ള രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ പറഞ്ഞ ഹിന്ദു ജനവിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമാവാൻ അവർക്ക് പറ്റാത്തത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയാണ്. അത് ഈ ജാതിയുടെ ഒരു തൊഴിൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ്. ഡിവിഷൻ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് ജാതി എന്നുള്ളതാണ്. അപ്പോൾ ജാതിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും സ്കിൽ ആവശ്യമുള്ള ജോലികൾ, കാലത്ത് അത് സ്കിൽ ആവശ്യമുള്ള ജോലികൾ എന്ന് കണക്കാക്കിയിരുന്നില്ലെങ്കിൽ പോലും വളരെ ഹാൻഡി ആയിട്ടുള്ള ജോലികൾ, അതായത് ഈ പറഞ്ഞ ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ഈ പറഞ്ഞ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന ജനവിഭാഗമാകുമ്പോഴും സവർണ്ണ ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് സ്വത്ത് കൈവശം വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തത് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഈ സ്വത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് മറ്റ് ജനവിഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, എന്നാൽ ആ രീതിയിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കേരളത്തിലെ ചില സവർണ്ണ വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ജാതിയുമായിട്ട് തന്നെ ചില പ്രത്യേക ജോലികൾ മാത്രമാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനമാണ് ജാതി എന്നുള്ളത്. ആ രീതിയിൽ അവർ ചെയ്യേണ്ട ജോലികളിൽ നിന്ന് മൂവ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. രണ്ടാമത്, ഈ പറഞ്ഞ ഇപ്പോൾ എന്താണ് ബ്രാഹ്മൺ ജനവിഭാഗമാണെങ്കിൽ അവർ ഒരു പ്രത്യേകതരം ജോലികളാണ്, പൂജാതി കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർ അതിൽ നിന്ന് മൂവ് ചെയ്ത് മറ്റ് ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ, ബിസിനസ് തുടങ്ങാൻ ആവശ്യമുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, സ്കില്ല് എന്നുള്ള, 2 സമ്പത്ത്, കയ്യിലുള്ള സമ്പത്ത് എന്നുള്ളത്. കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ തന്നെ സ്കില്ല് വികസിപ്പിക്കാൻ കേരളത്തിലെ സവർണ്ണ ജനവിഭാഗങ്ങൾ കഴിയുന്നില്ല. അത് വലിയ രീതിയിലുള്ള ഒരു സ്കിൽ നോളജ് ഡൈവേർജൻസ് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ സ്കിൽ നോളജ് കോൺട്രഡിക്ഷൻ എന്നുള്ള സംഭവം ഇന്ത്യയിൽ ജാതിയുടെ ഫലമായിട്ട് നടക്കുന്നുണ്ട്. അതായത് സ്കില്ലുള്ളത്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സ്കില്ലുകളായിട്ടുള്ള, ഹാൻഡ്സ് ഓൺ സ്കില്ലുകളായിട്ടുള്ള ഈ പറഞ്ഞ ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ഈ പറഞ്ഞ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം. എന്നാൽ നോളജ് ആർജിക്കുന്നത് മറ്റൊരു വിഭാഗമാണ് എന്നുള്ളത്. നോളജ് ആർജിക്കുന്ന യഥാർത്ഥത്തിൽ ജയന്തി
റൂമിലോ താപ്പറൊക്കെ പറയുന്ന രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ സ്കിൽ ആർജിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ നോളജ് ആർജിക്കുന്ന കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്ന ഈ വിഭാഗത്തിന് മാത്രമാണ്, എന്നാൽ സ്കിൽ ആർജിക്കുന്ന മറ്റൊരു വിഭാഗം. ഈ തരത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ കൂടി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റു വിഭാഗങ്ങളിൽ അവരുടെ സോഷ്യൽ മൊബിലിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഹിന്ദു സവർണ്ണ വിഭാഗം അത്രത്തോളം മുന്നോട്ട് വരുന്നില്ല